ഈ ചേട്ടാ ഇപ്പോഴും ഇതിനകത്ത് വരുന്ന കമന്റുകൾ ചേട്ടന്റെ ലൈവ് പോകുമ്പോൾ ഉള്ള കമന്റുകൾ ശരിക്കും ലാലേട്ടന് ടാർഗറ്റ് ചെയ്തുള്ള കമന്റുകളാണ് വരുന്നത്. ഞാൻ അതാണ് ഇപ്പൊ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അത് ലാലേട്ടൻ അയോധ്യയിലേക്ക് പോയില്ല, അതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തും. ഉറപ്പായിട്ടും ഈ സിനിമയ്ക്കെതിരെ അല്ല, ഞാനിപ്പോ ഇത് കമന്റ് കണ്ടത് ജസ്റ്റ് ചോദിക്കണം. ഇപ്പോഴും വരുന്ന കമന്റ് ഇത് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയെ പരാജയപ്പെടുത്തുന്നതാണ് കമന്റുകൾ വരുന്നത്. അങ്ങനെ ഒരാൾ കമന്റ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അതിനെതിരെ നിൽക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ശരിയല്ല എന്ന് തന്നെയാണ്. അത് ലാലേട്ടനെ ടാർഗറ്റ് ചെയ്താലും എന്നെ ടാർഗറ്റ് ചെയ്താലും ഏതൊരു സിനിമയെ ടാർഗറ്റ് ചെയ്താലും അതൊരു റോങ് ആയിട്ടുള്ള കാര്യമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതൊരു പർട്ടിക്കുലർ കാര്യത്തിന്റെ പേരിലാവരുത്. ഇത് നമ്മള് ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു നടൻ അയാളുടെ 1.5 വർഷം എടുത്ത് ഫിസിക്കലി മെന്റലി എടുത്തിട്ടുള്ള ഒരു എഫേർട്ടിന്റെ റിസൾട്ടാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ അത് ഇതുപോലൊരു സിനിമ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല. അപ്പൊ അത് കാണാതെ പോരുന്ന ആൾക്കാര് അപ്പോ ഇത്തരത്തിലുള്ള വളരെ സില്ലി ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാതിരിക്കുക മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും ഫാൻസ് വരുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന ഒരു രീതി വേറെ. അപ്പൊ അതിനകത്തു നിന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിഷ്യലി വേറൊരു രീതിയിലൊരു സ്പ്രെഡായി തുടങ്ങിയിട്ടുണ്ട്, നെഗറ്റീവ് ഒരു രീതിയിൽ സ്പ്രെഡായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വൈകുന്നേരം സിനിമകളിപ്പോൾ നമ്മൾ വേറെ സിനിമയ്ക്ക് പോകുന്നത് അവിടെ കണ്ട സമയത്തും കണ്ടിറങ്ങുന്ന പലരുടെ ഒപ്പീനിയൻസ് മീഡിയാസ് എടുക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പലർക്കും പടം വർക്കാവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. കുറച്ചും കൂടി ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ പറയാൻ പ്രതീക്ഷകൾ ഭയങ്കരമായിട്ട് കൂടിയിട്ട് ചെല്ലുമ്പോഴാണ് പ്രശ്നം. ഇപ്പോൾ കാമായിട്ടിരുന്ന് ഒരു നോർമലായിട്ട് ഫാമിലി പോകുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ സിനിമ ഇഷ്ടപ്പെടും എന്ന് ഒരു എനിക്ക് തോന്നുന്നുണ്ട്. മേക്കർ ചേട്ടനെ കുറിച്ചുള്ള എനിക്കും അതേ അഭിപ്രായമുണ്ട്. അതായത് നമ്മൾ കുറച്ചുകൂടി സെറ്റിലായിട്ടിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. ഇതൊരു ബേളത്തിനിടയിൽ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്.